സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. അവർ യഹോവയോട് ചോദിക്കാറ് അവർ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ 9:14 വാക്യം. വളരെ നിർണായകമായ സമയത്ത് ഇസ്രായേൽ ജനങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു. ദൈവം അവർക്ക് നൽകിയ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റ് ജാതികളെ നീക്കളയണമെന്ന് ദൈവം പറഞ്ഞിരുന്നു. യോശുവ 3:10. അവർ അന്യദൈവങ്ങളെ പ്രലോഭിക്കപ്പെട്ടിരിക്കുവാനായിരുന്നു. ആവർത്തനം 20:12. എന്നാൽ വളരെ അടുത്ത് വസിച്ചിരുന്ന ഒരു ജാതി ഇസ്രായേലിൻ്റെ വിജയങ്ങൾ കണ്ട് അവർ വളരെ ദൂരെയാണ് താമസിക്കുന്നത് വരെ വിശ്വസിപ്പാൻ പഴകിയ അപ്പം ഉപയോഗിച്ചു. ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവർ ഭക്ഷണസാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യതയും അവർ ജീവനോട് രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. യോശുവ 9:14-15. അറിയാതെ അവർ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കുവാൻ ഇടയായി. പ്രാർത്ഥന അവസാനത്തിന് പകരം ആദ്യത്തെ ആശ്രയമാക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം, ജ്ഞാനവും അനുഗ്രഹവും ക്ഷണിക്കുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥന പോലെ നിന്നിട്ട് മുന്നോട്ട് പോകണമെന്ന കാര്യം ഓർമ്മിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവുമായി സംസാരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് ദൈവത്തോട് ചർച്ച ചെയ്യുവാൻ ആവശ്യമുള്ളത് എന്താണ്? പ്രാർത്ഥിക്കാം. പിതാവേ, ചോദിക്കുന്ന എല്ലാവർക്കും ഭത്സിക്കാതെ ഔദാര്യമായി ജ്ഞാനം നൽകുന്നതിന് അങ്ങേക്ക് നന്ദി. അങ്ങയോട് സംസാരിപ്പാൻ സാവകാശം എടുപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.